ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. 2 കപ്പ് അളവിൽ മട്ടാവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് കൈവച്ചിട്ട് വാരിയെടുക്കുന്നുണ്ട്. ഒത്തിരി സമയം വെച്ചാലത് കുതിർന്ന് പോകും. അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഒരു ബൗളിലേക്ക് തന്നെ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അവിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് അത്രയും വേണ്ടു. നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഇതേ രീതിയിൽ തന്നെ ഒന്ന് വാരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കയ്യിൽ കൈശുവൻ്റെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ഇത്തിരി ചോളവും ബ്രക്കോളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി അവിലിന് ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെജിറ്റബിളിന് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത അവിലായതുകൊണ്ട് തന്നെ ഇത്തിരി കട്ടയായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ കൈവച്ചിട്ടൊന്നതൊന്ന് ഉടച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവിലായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്